നമസ്കാരം. ക്രിസ്മസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിൽ ഏറ്റവും കൂടുതൽ വരുന്നത് പ്ലം കേക്ക് തന്നെയാണ്. അത് ഏറ്റവും രുചികരമായിട്ട് ട്രഡീഷണൽ സ്റ്റൈൽ ചെയ്യുന്ന ഒരു റെസിപ്പിയാണ് എന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇത് ആൽക്കഹോൾ ഫ്രീ ആയിട്ടുള്ള റെസിപ്പിയാണ്. ആൽക്കഹോൾ ചേർത്തിട്ടുള്ള റെസിപ്പി നിങ്ങൾക്ക് അറിയുന്നുണ്ടാകും. അതായത് ഡ്രൈ ഫ്രൂട്ട്സ് പഴച്ചാറിൽ ഡിപ്പ് ചെയ്തിട്ടും അതുപോലെ ആൽക്കഹോളിൽ ഡിപ്പ് ചെയ്തിട്ടൊക്കെ നമ്മൾ പ്ലം കേക്ക് തയ്യാറാക്കി എടുക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തേത് ആൽക്കഹോൾ ഫ്രീ ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ള പ്ലം കേക്കിൻ്റെ റെസിപ്പിയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് നോക്കാം അല്ലേ, ഒട്ടും സമയം കളയാതെ പ്ലം കേക്ക് എങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കിയെടുക്കുന്നത് എന്നുള്ളത്. പ്ലം കേക്ക് എന്ന് പറയുമ്പോൾ തന്നെ അതിന് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത് ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സുമാണ്. അപ്പോൾ അത് അത്യാവശ്യം നല്ല അളവിൽ തന്നെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഉണക്കമുന്തിരിയുടെ അളവാണ് കൂടുതൽ വേണ്ടത്. കുരു ഇല്ലാത്ത ഉണക്കമുന്തിരി, കറുത്ത ഉണക്കമുന്തിരി വേണം ഇതിന് വേണ്ടിയിട്ട് എടുക്കാൻ. കൂടെ തന്നെ നമുക്ക് കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടി എടുക്കാം. അതുപോലെ തന്നെ നട്ട്സായിട്ട് ഞാനിപ്പോൾ ബദാം പരിപ്പും കശുവണ്ടി പരിപ്പും എടുത്തിട്ടുണ്ട്. ഈന്തപ്പഴം ഒരു 4 എണ്ണം. ഈന്തപ്പഴം എടുക്കുന്ന സമയത്ത് ഒരിക്കലും കൂടുതൽ ഉപയോഗിക്കരുത്, അപ്പോൾ അതിൻ്റെ രുചി മുന്നിട്ട് നിൽക്കും. കൂടെ തന്നെ നിങ്ങളുടെ കയ്യിൽ പ്രൂൺസോ അതുപോലെ ആപ്രിക്കോട്ടോ നിങ്ങളുടെ കയ്യിൽ എന്ത് ഡ്രൈ ഫ്രൂട്ട്സ് ആണോ നട്ട്സ് ആണോ ഉള്ളത് അതൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്താം. 3/4 കപ്പ് അളവിൽ ഞാൻ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. നമ്മൾ എത്രത്തോളം ഡ്രൈ ഫ്രൂട്ട്സ് ചേർക്കുന്നോ നട്ട്സും ചേർക്കുന്നോ അത്രയധികം രുചിയുണ്ടാകും നമ്മുടെ പ്ലം കേക്കിന്. പിന്നെ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, ഉണക്കമുതിരിയുടെ അളവ് എപ്പോഴും ഒന്ന് കയറി നിൽക്കുന്ന രീതിയിൽ വേണം തയ്യാറാക്കിയെടുക്കാൻ. ഒരു പാത്രത്തിനകത്തോട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലോട്ടേക്ക് ഒരു ഓറഞ്ചാണ് എടുത്തിട്ടുള്ളൂ. ഒരു ചെറിയ ഓറഞ്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. കുരു കളഞ്ഞതിന് ശേഷം വേണം ചേർത്ത് കൊടുക്കാൻ. ഓറഞ്ചിൻ്റെ ജ്യൂസ് ആയിട്ടല്ല ചേർക്കേണ്ടത്, ഇങ്ങനെ തന്നെ അങ്ങ് ആഡ് ചെയ്യാൻ നോക്കുക. കൂടെ തന്നെ ഓറഞ്ചിൻ്റെ തൊലി, ആ ഒരു ഓറഞ്ചിൻ്റെ തൊലിയിൽ നിന്ന് ഒന്നുകിൽ ഗ്രേറ്റ് ചെയ്തിട്ടോ ചീകിയിട്ടോ എടുത്തിട്ട് അതുകൂടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 1/4 കപ്പ് അളവിൽ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളത്തിൻ്റെ അളവ് കൂടാതെ നിൽക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മധുരം എന്ന് പറയാൻ നമ്മൾ പേരിന് മാത്രം ഒരു ടേബിൾ സ്പൂൺ എടുത്ത് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്യുക. ഓറഞ്ച് നമ്മൾ ഇതുപോലെ മുഴുവനായിട്ട് ചേർത്തിട്ടും ഓറഞ്ച് ഗ്രേറ്റ് ചെയ്തിട്ട് കൂടി അതിൻ്റെ തൊലി ഗ്രേറ്റ് ചെയ്തും കൂടി ചേർക്കുമ്പോഴത്തേക്കും ഇത് നിങ്ങൾക്ക് കുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ മനസ്സിലാക്കും ഇതിന് വളരെ ഒരു നല്ലൊരു ഫ്ലേവർ ആയിരിക്കും, നല്ലൊരു മണം കിട്ടും അപ്പോൾ തന്നെ. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടാണുള്ളത്. ഇത് ഒത്തിരി സമയം കുക്ക് ചെയ്യാനും പാടില്ല. ജസ്റ്റ് ഒരു 2 മിനിറ്റ് നമ്മൾ കുക്ക് ചെയ്തെടുത്താൽ മതി. ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് നന്നായിട്ട് കുക്ക് ചെയ്തതിന് ശേഷം അപ്പോഴേക്ക് തന്നെ ഈ ഓറഞ്ചൊക്കെ ശരിക്കും അതിൻ്റെ ആ ഒരു പീസസൊക്കെ വന്ന് ജ്യൂസൊക്കെ ഇറങ്ങി റെഡിയായി കിട്ടിയിട്ടുണ്ടാകും. ഒന്ന് തവി വെച്ചിട്ട് ഒന്നുകൂടി അങ്ങ് ഉടച്ചു കൊടുക്കുക. വിസ്കോ അതിലേക്ക് തവിയോ വെച്ചിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കുക. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇതിൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇനി നന്നായിട്ട് ഇത് ചൂടാറണം. അപ്പോൾ ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനി ഇതിനകത്തോട്ടേക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കുന്നതിന് നമ്മൾ സെറ്റ് ചെയ്തെടുക്കുന്നത് പ്രഷർ കുക്കറിനകത്താണ്. അപ്പോൾ ഒരു 3 ലിറ്ററിൻ്റെ കുക്കറാണ്. ഇതിൻ്റെ താഴെ ഭാഗത്തും സൈഡിലും ബട്ടർ വെച്ച് ഗ്രീസ് ചെയ്തെടുത്തതിന് ശേഷം ബട്ടർ പേപ്പർ താഴെയും വെച്ച് കൊടുത്തിട്ടുണ്ട്, സൈഡിലും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ വെക്കാനുള്ള ഒരു കാരണം, പ്ലം കേക്ക് അത്യാവശ്യം സമയം എടുത്ത് കുക്ക് ചെയ്യുന്ന ഒരു കേക്കാണ്. അപ്പോൾ ഇതിൻ്റെ സൈഡൊന്നും മൊരിഞ്ഞു പോകരുത്, ക്രിസ്പി ആയി പോകരുത്, കാരണം കുക്കറാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ടുള്ള കാരമൽ തയ്യാറാക്കിയെടുക്കാം. കാരമൽ എന്ന് പറയുമ്പോഴാണ് ശരിക്കും പ്ലം കേക്കിന് ആ ഒരു കളർ കൊടുക്കുന്നത്. അപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ ഇതിലോട്ടൊരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഈ പഞ്ചസാര ഒന്ന് ഉരുക്കിയെടുക്കണം. ഫ്ലെയിം ഒരിക്കലും കൂടുതൽ ഉപയോഗിക്കരുത്. മിക്കവരും പറയാറുണ്ട് പ്ലം കേക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് ക്യാരമലിന് കയ്പ്പ് രസം വന്നു എന്നുള്ളത്. അതിനുള്ളൊരു കാരണം, ക്യാരമൽ പെട്ടെന്ന് റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊക്കെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ക്യാരമൽ റെഡിയാകും, പക്ഷേ ഒട്ടും തന്നെ ടേസ്റ്റ് ഉണ്ടാവില്ല, നല്ല കയ്പ്പ് രസം വരും, കേക്ക് ഒട്ടും തന്നെ കൊള്ളാതെയാവും. അപ്പോൾ നല്ല ലോ ഫ്ലെയിമിലിട്ടിട്ട് സമയം എടുത്തിട്ട് തന്നെ പഞ്ചസാര ഉരുക്കിയെടുക്കുക. ഇനി നിങ്ങൾക്ക് നല്ല കൂടുതൽ കളർ വേണമെന്നാണെങ്കിൽ ഈ 1/4 കപ്പ് പഞ്ചസാരയ്ക്ക് പകരം 1/2 കപ്പോളം പഞ്ചസാര ക്യാരമലായിട്ട് തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. മുന്നത്തെ റെസിപ്പിയിൽ നമ്മൾ ലാസ്റ്റ് ചെയ്ത മുന്തിരി ജ്യൂസ് വെച്ച് ചെയ്തിട്ടുള്ള ഒരു റെസിപ്പിയിൽ 1/2 കപ്പ് പഞ്ചസാര വെച്ച് കാണിച്ചത് അതുകൊണ്ടാണ്, കളർ കൂടുതൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട്. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. അതൊന്നും ചെക്ക് ചെയ്യണമെങ്കിൽ വേണമെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ കളറാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പഞ്ചസാര നന്നായിട്ട് ഉരുക്കി വന്നിട്ടുണ്ട്, കളറൊക്കെ മാറി വന്നു. ഇനി ഇത്തിരി കൂടി ഒരു ചെറിയൊരു ബ്രൗൺ, അതിൽ കൂടുതൽ ഒരിക്കലും ഡാർക്ക് കളർ അടിക്കുന്നവരെ ചെയ്തെടുക്കരുത്, അപ്പോഴാണ് കയ്പ്പ് രസം വരുന്നത്. ഇപ്പോൾ ഇത് കറക്റ്റ് പാകമായിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നല്ല തിളച്ച വെള്ളം വേണം നമ്മൾ ഇതിനകത്തോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാൻ. 1/4 കപ്പ് വെള്ളം കുറച്ച് ദൂരെ നിന്നിട്ട് ഒഴിച്ചു കൊടുക്കുക. ചൂട് വെള്ളമായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ആ ഒരു ഉരുക്കിയ പഞ്ചസാര ഇതൊക്കെ കൂടി നന്നായിട്ട് മിക്സായിട്ട് നമ്മുടെ ക്യാരമൽ നല്ല രീതിയിൽ നമുക്ക് തയ്യാറായി കിട്ടും. ഒരിക്കലും തണുത്ത വെള്ളം ഉപയോഗിക്കരുത്, തിളച്ച വെള്ളം 1/4 കപ്പ് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് മാറ്റി വെക്കണം. ഇനി നമുക്ക് ബാറ്റർ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. പ്ലം കേക്കിന് ടേസ്റ്റ് കൊടുക്കണമെങ്കിൽ ബട്ടർ തന്നെ ഉപയോഗിക്കണം. ഇതിന് പകരം നമ്മൾ ഓയിൽ ചേർത്ത് കഴിഞ്ഞാൽ ഒട്ടും തന്നെ ആ ഒരു രുചി കിട്ടില്ല കേട്ടോ. അപ്പോൾ 100 ഗ്രാം അൺസാൾട്ടഡ് ആയിട്ടുള്ള ബട്ടറാണ് എടുത്തിട്ടുള്ളത്.
അപ്പോൾ ബട്ടർ എടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ തന്നെ ബട്ടർ എപ്പോഴും ഫ്രിഡ്ജിൽ നിന്നെടുത്ത് പുറത്ത് വെക്കാൻ വേണ്ടി നോക്കുക. നമ്മൾ ബാറ്റർ ചെയ്തെടുക്കുന്ന സമയമാകുമ്പോഴത്തേക്കും ബട്ടർ നമുക്ക് കൈകൊണ്ട് തന്നെ നല്ല സോഫ്റ്റായിട്ട് സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്യാൻ കഴിയുന്ന ഒരു പാകമായിരിക്കണം. ഇതിലോട്ടേക്ക് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ്. ക്യാരമലിന് വേണ്ടി നമ്മൾ 1/4 കപ്പ് എടുത്തു, ഇതിലോട്ട് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുത്തു. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നിങ്ങൾക്ക് നേരെ തിരിച്ച് വേണമെങ്കിൽ ചെയ്യാം. 1/2 കപ്പ് ക്യാരമലിന് വേണ്ടിയിട്ടും 1/4 കപ്പ് ബട്ടറിന് വേണ്ടിയിട്ട് അങ്ങനെയും ചെയ്തെടുക്കാം. അപ്പോൾ ഒന്നുകൂടി കളർ കൂടുതലായിരിക്കും. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൽ നമ്മൾ ഇലക്ട്രിക് ബീറ്ററോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല. ബട്ടർ നല്ല സോഫ്റ്റാണ്, പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സായി കിട്ടും. നല്ല സോഫ്റ്റായിട്ട് വരണം കേട്ടോ. ഒത്തിരി സ്പീഡിലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, പതുക്കെ ചെയ്തെടുത്താൽ മതി. മിക്സ് ആയതിന് ശേഷം ഒരു മുട്ടയാണ് പൊട്ടിച്ചൊഴിച്ചിട്ടുള്ളത്. ഒരുമിച്ചിട്ട് മുട്ട ചേർത്ത് കൊടുക്കരുത്. ആദ്യം ഒരു മുട്ട ചേർത്ത് കൊടുത്തിട്ട് ബട്ടറും പഞ്ചസാരയൊക്കെ ആയിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. സ്പൂൺ ഉപയോഗിച്ചിട്ടോ വിസ്ക് ഉപയോഗിച്ചിട്ടോ ഒക്കെ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ്, ഒരു കുഴപ്പമില്ല. കൂടെ തന്നെ അടുത്തത് ഒരു മുട്ട കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു റെസിപ്പിക്ക് നമുക്ക് 2 മുട്ട ധാരാളമാണ്. വളരെ ചെറിയ മുട്ടയാണ് എടുക്കുന്നുണ്ടെങ്കിൽ മാത്രം 3 ഉപയോഗിച്ചാൽ മതി, അതല്ലെങ്കിൽ 2 തന്നെ ധാരാളമാണ്. ഇനി ഇതിലോട്ടേക്ക് നമ്മുടെ ആ ഒരു ക്യാരമൽ മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നങ്ങ് പെട്ടെന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകൾ ഭാഗത്തിട്ട് അരിപ്പ വെച്ചിട്ട് 1 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് എന്ന് പറയുന്നത് 240 ml കപ്പാണ് കേട്ടോ. ഇനി ഇതിലോട്ടേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയിലോട്ടേക്ക് ഒരു 2-3 ഗ്രാമ്പൂവും 2-3 ഏലക്കയുടെ കുരുവും അതുപോലെ തന്നെ കുറച്ച് നമ്മുടെ ഈ ചുക്ക് പൊടിയും കൂടി ചേർത്ത് പൊടിച്ചിട്ടുള്ളതാണ്. ഇനി 2 പിഞ്ച് ഉപ്പും അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്ലേവറിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് മിക്സ്ഡ് സ്പൈസസ് ആയിട്ട് ഉപയോഗിക്കാം. ഗ്രാമ്പൂ, പട്ട, ഏലക്ക കൂടിയുള്ള പൊടിയായിട്ട് തന്നെ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്നതാണ് ഒന്നുകൂടി നല്ലത്. അപ്പോൾ വാനില എസൻസ് ഞാൻ നേരത്തെ ചേർത്തിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ ഒരു ടീസ്പൂൺ വാനില എസൻസ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ആദ്യത്തെ ആ ഒരു ബട്ടറിൻ്റെ മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ വാനില ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ആ സമയത്തൊന്ന് മറന്നു പോയതാണ്. ഇതിലോട്ടേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്യുന്നുണ്ട്. പാലൊന്നുമല്ല, വെള്ളം ചേർത്തിട്ട് തന്നെയാണ് മിക്സ് ചെയ്യുന്നത്. ഒട്ടും തന്നെ ടേസ്റ്റ് നഷ്ടപ്പെടുമോ ഒന്നും തന്നെ ഇല്ല കേട്ടോ. വെള്ളം തന്നെ ചേർത്ത് മിക്സ് ചെയ്യാവുന്നതാണ്. ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി നോക്കുക. ഒത്തിരി ടൈറ്റായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് 1-2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ നമ്മുടെ 2 ടേബിൾ സ്പൂൺ ചേർക്കുമ്പോഴത്തേക്ക് തന്നെ ബാറ്ററിൻ്റെ പാകം നല്ല കറക്റ്റായിട്ട് ഫോൾഡായി വീഴുന്ന ഒരു പാകത്തിന് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സിനകത്തോട്ടേക്ക് 1 ടേബിൾ സ്പൂൺ തുടങ്ങി 1.5 ടേബിൾ സ്പൂൺ വരെ മൈദ ചേർത്ത് ഒന്നങ്ങ് മിക്സ് ചെയ്യുക. അപ്പോഴാണ് കേക്കിൻ്റെ എല്ലാ സൈഡിലോട്ടേക്കും ഒരേ രീതിയിൽ ഡ്രൈ ഫ്രൂട്ട്സ് നമുക്ക് കേക്കിൽ നല്ല രീതിയിൽ സെറ്റായിട്ട് കിട്ടുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മൈദ ചേർത്തിട്ടുള്ളത്. അപ്പോൾ മൈദ ചേർത്ത് മിക്സ് ചെയ്തിട്ടുള്ള നമ്മുടെ ആ ഡ്രൈ ഫ്രൂട്ട്സ് മിക്സ് മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ചേർക്കുമ്പോൾ തന്നെ ശരിക്കും ആ ഒരു പ്ലം കേക്കിൻ്റെ ആ ഒരു കറക്റ്റ് മണം നിങ്ങൾക്ക് കിട്ടും കേട്ടോ ഈ ഒരു ബാറ്ററിൻ്റെ. അതായത് ആ ഡ്രൈ ഫ്രൂട്ട്സിൽ നമ്മൾ ആ ചേർത്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ അത്രയധികം ഇതിന് ഫ്ലേവർ കൊടുക്കുന്നതാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് റെഡിയായി കിട്ടിയതിന് ശേഷം കുക്കറിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ട് തറയിൽ വെച്ച് തട്ടി എയർ ബബിൾസൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. എന്നിട്ട് മുകൾ ഭാഗത്ത് ഗാർണിഷ് ചെയ്യുന്നതിനായിട്ട് കുറച്ച് കശുവണ്ടി പരിപ്പൊക്കെ ഇതുപോലെ വേണമെങ്കിൽ വെച്ച് കൊടുക്കാവുന്നതാണ്. അടപ്പിൻ്റെ വിസിലും അതുപോലെ തന്നെ വാഷറൊക്കെ റിമൂവ് ചെയ്തിട്ട് നല്ലതുപോലെ ടൈറ്റായിട്ട് അടച്ചിട്ട് ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. ഒരു ഉപയോഗിക്കാത്ത ഒരു പാൻ എടുത്ത് അത് ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ ചൂടാക്കി എടുത്തതിന് ശേഷം ഫ്ലെയിം കുറച്ചിട്ട് വേണം ഇതിനകത്തോട്ടേക്ക് പ്രഷർ കുക്കർ ഇറക്കി വെക്കാൻ. ഇനി നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 50 മിനിറ്റെങ്കിലും ആകും ഇത് റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട്. ഒരു 50 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയാൽ മതി. പ്ലം കേക്ക് സമയമെടുത്ത് കുക്കാവേണ്ട ഒരു കേക്കാണ്. അപ്പോൾ ഒരു 50 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ തുറന്ന് നോക്കിയപ്പോൾ എനിക്ക് കുറച്ചുകൂടി പാകാവണം എന്ന് തോന്നി. അതുകൊണ്ട് ഞാനൊരു 5 മിനിറ്റ് കൂടി, അതായത് ടോട്ടൽ 55 മിനിറ്റിനടുത്ത് ഞാൻ വെച്ചു കേട്ടോ. അപ്പോഴാണ് എനിക്ക് തോന്നിയതൊന്ന് കറക്റ്റായിട്ട് ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ അത് സമയം നിങ്ങളുടെ ഫ്ലെയിമിനനുസരിച്ചിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇനി ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റിക്ക് വെച്ചിട്ടൊന്ന് കുത്തി നോക്കാം. സ്റ്റിക്ക് നല്ലതുപോലെ ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ബേക്ക് ആയിട്ടുണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ സ്റ്റിക്ക് നല്ല ക്ലിയർ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറിയതിന് ശേഷം കുക്കറിനകത്ത് നിന്ന് എടുത്തിട്ട് ഞാനതിൻ്റെ പാകം ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോൾ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ബട്ടർ പേപ്പറൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാം, ഇതിനകത്ത് നിന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ നല്ല സോഫ്റ്റാണ്. ഇതിൻ്റെ മണമാണെങ്കിലും ശരിക്കും നമ്മളിപ്പോൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന പ്ലം കേക്കിനൊക്കെ ഇപ്പം ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ അളവ് വളരെ കുറവാണല്ലേ. പക്ഷെ നമ്മൾ വീട്ടിൽ തയ്യാറാക്കി എടുക്കുമ്പോൾ എന്തായാലും നമ്മൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ കറക്റ്റ് ഫോളോ ചെയ്യും. ഒത്തിരി ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ചെയ്യുമ്പോൾ ടേസ്റ്റ് വളരെ വളരെ സൂപ്പറാണെന്ന് തന്നെ പറയാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടി ഇതുപോലെ ഒന്ന് റാപ്പ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ക്രിസ്മസിന് നമ്മൾ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് തയ്യാറാക്കി എടുക്കില്ലേ, അപ്പോൾ ഇതുപോലെയൊക്കെ നിങ്ങൾക്ക് റാപ്പ് ചെയ്തിട്ടൊക്കെ എടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി എന്തായാലും നമുക്കൊരു പീസ് ഒന്ന് കട്ട് ചെയ്ത് നോക്കാമല്ലേ, ഇതിൻ്റെ ഉൾഭാഗമൊക്കെ ആ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ എങ്ങനെ വന്നിട്ടുണ്ട്, നല്ല രീതിയിൽ സെറ്റായിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ നല്ല രീതിയിൽ എല്ലാ സൈഡിലും വരുന്ന രീതിയിൽ കംപ്ലീറ്റ് ആയിട്ട് കണ്ടില്ലേ, ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നമ്മൾ ആ മൈദയിലൊക്കെ മിക്സ് ചെയ്ത് ചേർത്തത് കൊണ്ടും നല്ല രീതിയിൽ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടാണ് ഉള്ളത് കേക്ക്. ഫ്ലേവർ
ഫ്ലേവർ ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. അപ്പോൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ കറക്റ്റ് ഫോളോ ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്ക്. 100% അല്ല, 101% എല്ലാവർക്കും ഇഷ്ടമാകും. അത്രയധികം ടേസ്റ്റിയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ ഇനി നമുക്ക് നല്ലൊരു വെറൈറ്റി ഡിഷായി കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.